ഇന്നത്തെ ദിവസം മാറിപ്പോണം അവിടുന്ന്. അള്ളാന്റെ മറുപടിയാ. ഞങ്ങൾ കുറച്ച് ദിവസം അങ്ങോട്ട് പോയിട്ട് വരട്ടെന്ന് ചോദിക്കുമ്പോൾ അള്ള പറഞ്ഞ മറുപടി സൂറത്ത് യാസീൻ. ഇന്നത്തെ ദിവസം മാറി നിൽക്ക് അയ്യുഹൽ മുജ്രിമൂൻ, കുരുത്തങ്ങിട്ട വിഭാഗമേ. ഞാനല്ലാത്ത ശക്തികളെ, ഞാനല്ലാത്ത വ്യക്തികളെ, അള്ളാഹു അല്ലാത്ത വസ്തുക്കളെ ആശ്രയിച്ച് ആവശ്യങ്ങൾ അവരുടെ മുമ്പിൽ വെച്ച് അവരുടെ മുമ്പിൽ തലമുമ്പിട്ട് അവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തി അവരെ വിളിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഭാരം പറയുകയാണോ? അലം അൽഹദ ഇലൈക്കും യാ ബനി ആദം, ഓ ആദമിന്റെ സന്തതി, നിനക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ അല്ലാ തഅബുദു ശൈത്താൻ, ശൈത്താനെ അനുസരിച്ചു പോകരുതെന്ന്, ശൈത്താനെ അനുസരിച്ചു പോകരുതെന്ന്. അല്ലാ തഅബുദു ശൈത്താൻ ഫഅനിഅ്ബുദൂനി, എന്നെ മാത്രമേ അനുസരിക്കാവൂ, എനിക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, എന്റെ വഹദാനിയത്തിനെ മാത്രമേ അംഗീകരിക്കാവൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? ഹാദാ സിറാത്തുൽ മുസ്തഖീം, അതാണ് വിജയിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? വലക്കത് അതല്ല മിങ്കും ജിബില്ലൻ കസീറ, ഈ ശൈത്താൻ ഇതിനു മുമ്പും ഇതേപോലെ അള്ളാഹ്ക്ക് പകരം പലരെയും സമർപ്പിച്ചിട്ട് അവരെ ശപിച്ചിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? അഫലം തക്കൂന് തഅഖിലൂൻ, നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് ചിന്തിക്കാമായിരുന്നില്ലേ? നിങ്ങൾക്ക് ആലോചിക്കാമായിരുന്നില്ലേ? ഇപ്പോഴാണോ പരാതിയുമായിട്ട് വന്നിരിക്കുന്നത്? പോളവിടുന്ന ഇതായിരിക്കും മറുപടി. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്ന, അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ തലവുനിക്കുന്ന, അള്ളാഹു അല്ലാത്ത ശക്തി വ്യക്തി വസ്തുക്കളെ ആശ്രയിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ ഗതിയും നാളെ ആഖിറത്തിൽ ഇതായിരിക്കും. അതേസമയം രക്ഷപ്പെടാൻ ആർക്കേ കഴിയുള്ളൂ? അതാ ഒരു വിഭാഗം ഹാജരാക്കപ്പെടുകയാണ്. മുഖപ്രസന്നതയോടെ സന്തോഷത്തോടെ ഒരു വിഭാഗം അള്ളാഹ് മുമ്പിലേക്ക് വരികയാണ്. അവരെ അള്ളാഹു തആല കാണിച്ചു കൊടുക്കാൻ എല്ലാവർക്കും. അതിനുവേണ്ടിയാണ് അവർക്കുള്ള വിചാരണ. അവരുടെ വിചാരണ അംഗീകാരത്തിന്റെ വിചാരണയാണ്, ചോദ്യം ചെയ്യലിന്റെ വിചാരണയല്ല. അവരോട് ചോദിക്കും അള്ളാഹു തആല, എന്തെല്ലാം വിഷയം? അസ്സലാമു അലൈക്കും തിബ്തും, സന്തോഷം തന്നെയല്ലേ? രക്ഷയുണ്ടാവട്ടെ നിങ്ങൾക്കൊക്കെ, ഖൈറുണ്ടാവട്ടെ നിങ്ങൾക്കൊക്കെ. അള്ളാഹു സന്തോഷവാന, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അള്ളാഹു അവരെ സ്വീകരിക്കും. അവരെ അവരെ പിറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മലക്കൾ ഉണ്ടാകും, കൂട്ടത്തിൽ ഒരുപാട് ആശീർവാദങ്ങൾ ഉണ്ടാകും. അള്ളാഹു തആല ചോദിക്കും, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ ദുനിയാവില്? എന്നിട്ട് ആരോടാ പറഞ്ഞത് പരാതികളൊക്കെ? ആരോട് പറയാൻ? ലാ ഇലാഹ ഇല്ലാ അൻത നാഫിഇ നീ, ളാർ നീ, കുഞ്ഞുങ്ങളെ തരേണ്ടത് നീ, തരാതിരിക്കേണ്ടതും നീ, കച്ചവടത്തിൽ ലാഭം തരേണ്ടത് നീ, നഷ്ടത്തിലാക്കേണ്ടതും നീ, മക്കളെ തരേണ്ടത് നീ, മക്കളെ തരാതിരിക്കേണ്ടത് നീ. ലാ ഇലാഹ ഇല്ലാ അൻത. പിന്നെ ആരോട് പറയണം? ആരോടും പറഞ്ഞില്ല പടച്ചവനെ. പരാതികൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. കല്യാണം കഴിച്ചിട്ട് ഒരുപാട് കാലം കാത്തിരുന്ന ഒരു കുഞ്ഞിന് വേണ്ടി കിട്ടിയില്ല. പലരും പറഞ്ഞു, ആ തങ്ങളെടുത്ത് പോ, ഈ ഷേഖിന്റെ അടുത്ത് പോ, ആ ജിനിന്റെ അടുത്ത് പോ. ഇല്ല പടച്ചവനെ, പോയില്ല. നീ തരും, നീ തരണ്ടവൻ. ലാ മുഅ്തി ലിമാ മനൈത വലാ റാദ്ദ ലിമാ ഖലൈത ലാ മാനിഅ ലിമാ അത്തൈത വലാ മുഅ്തി ലിമാ മനൈത. നീ തരണ്ടെന്ന് വിചാരിച്ചാൽ ആരെക്കൊണ്ടാ പിന്നെ തരാൻ വെച്ച പടച്ചവനെ? നീ തരണോന്ന് വിചാരിച്ചാൽ തടയാൻ ആരെക്കൊണ്ടാ വെച്ച പടച്ചവനെ? പിന്നെ ഞാൻ ആരത്തേക്ക് പോകാൻ? നിന്നെ കാത്തിരിക്കുക, കാത്തിരുന്നു പടച്ചവനെ. മരിക്കുന്നത് വരെ കിട്ടിയില്ല, ഇവിടെ കിട്ടുമെന്ന് നിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് വാങ്ങാൻ തന്നെയാ വന്നിരിക്കുന്നത്. അള്ളാന്റെ സന്തോഷം ആലോചിച്ച് വെക്കട്ടെ. നിങ്ങൾ മുഹരിങ്ങൾ തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന അടിമകൾക്ക് അള്ളാഹുത്തെ സന്തോഷം ആലോചിച്ച് നോക്കിയ. കാലാകാല ജീവിതത്തിൽ ആ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ഈ ചുരുക്കി ഫനായിന്റെ ലോകത്ത് ഇച്ചിരി സഹിച്ചാൽ എന്താ സുഹൃത്തുക്കളെ നഷ്ടം? ആവശ്യങ്ങളുടെ ലോകത്ത് ദാറുൽ ഫനാ, ദാറുൽ അസ്ബാബിൽ കുറച്ച് സഹിച്ചാൽ എന്താ സഹോദരിമാരെ നഷ്ടം? കാലാകാലമുള്ള ജീവിതത്തിൽ കിട്ടുകയല്ലേ അള്ളാനെ? മനസ്സ് നിറച്ചും കരള് നിറച്ചും കിട്ടുകയല്ലേ? വുജൂഹു യൗമൈദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. വളരെ സംതൃപ്തനല്ല അള്ളാഹു താല. അള്ളാഹു താല ഇങ്ങനെ അവരെ നേരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ? അവരെ കാണാൻ അള്ളാഹുക്ക് സംതൃപ്തിയല്ലേ? എന്നിട്ട് അള്ളാഹു താല കൊണ്ടുപോവുകയല്ലേ കൂട്ടിയിട്ട്? പോ, സ്വർഗത്തിലെത്തിയിട്ടും പിന്നെയും ദർജയല്ലേ? എന്നിട്ട് അവസാനം ഒരു ദിവസം വിളിക്കുകയല്ലേ അവരെ? എല്ലാ മുവഹിദീങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് എല്ലാരും അള്ളാഹു താല വിളിക്കുകയല്ലേ? ഇത് അള്ളാഹുവിന്റെ തിരുമുമ്പിൽ കൊണ്ടുവന്നിട്ട് ആ മുഖമൊന്ന് നേരെ ചൊവ്വെ കാണിച്ചു തരികയല്ലേ സുഹൃത്തുക്കളെ? അതല്ലേ തൗഹീദ് വഹദാനിയത്തിന്റെ കലിമ ഈമാന്റെ പ്രതിഫലമായിട്ട് അള്ളാഹു താല വെച്ചിരിക്കുന്ന നാളെ ആഖിറത്തില് അല്ലേ? ഇത് പറഞ്ഞുതരാണ് അള്ളാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചത്. ഈ ഈമാൻ മരിക്കുന്നവരെ നിലനിർത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ പ്രോഗ്രാമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമ രണ്ടാമത്തെ കലിമയിലുള്ളത്. ഒന്നാമത്തെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, രണ്ടാമത്തെ കലിമ മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്തിനു വേണ്ടിയുള്ളതാണ്? ഒന്നാമത്തെ കലിമയെ ഇസ്തിഖാമത്താക്കാൻ വേണ്ടിയുള്ളതാണ്, ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഔദാര്യമായിട്ട് കിട്ടിയതാ. മുഹമ്മദുർ റസൂലുള്ളാഹ് ആ ഔദാര്യത്തെ നിലനിർത്തിക്കൊണ്ടുപോകാണ്ട പദ്ധതിയും പരിപാടിയുമാണ്. അതുകൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞ അല്ലാഹു തആല വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ, നിങ്ങളെ ഈമാൻ രക്ഷപ്പെടുത്താൻ ഒരു വഴിയേ ഉള്ളൂ. എന്താണ് ആ വഴി? റസൂൽ എന്താണോ നിങ്ങൾക്ക് കൊണ്ടുതന്നത് അത് മുറുകെ പിടിച്ചോളി. റസൂൽ നിങ്ങളോട് എന്താ വേണ്ടെന്ന് വെച്ചാൽ അത് ഒഴിവായിക്കോളെ.